രോഗികളെ ആശങ്കയിലാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തം. നേരത്തെ പൊട്ടിത്തെറിയുണ്ടായ ബ്ലോക്കിലെ 6-ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിലുണ്ടായിരുന്ന രോഗികളെ സുരക്ഷിതമായി മാറ്റി. അനുവാദമില്ലാതെ രോഗികളെ കെട്ടിടത്തിൽ പ്രവേശിപ്പിച്ചതിൽ വിശദീകരണം തേടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ പുക ഉയർന്ന വിവാദം പൂർണ്ണമായും കെട്ടടങ്ങുന്നതിന് മുമ്പാണ് അതേ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. 6-ാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്കിൽ തീപിടുത്തമുണ്ടാവുകയും പുക ഉയരുകയും ചെയ്തു. പിന്നാലെ അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു. അപകട സമയത്ത് 3ഉം 4ഉം ബ്ലോക്കുകളിൽ 20ഓളം രോഗികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് മാറ്റിയ രോഗികളെ തിരികെ പ്രവേശിപ്പിച്ചതിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2, 3, 4 ഫ്ലോറുകളിൽ പേഷ്യൻസിനെ പ്രവേശിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ പ്രവേശിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ടോട്ടലായിട്ട് അത് എല്ലാ പരിശോധനയും ഇപ്പോൾ ഈ നിലകളുടെ പരിശോധന കഴിഞ്ഞപ്പോൾ അവിടേക്ക് രോഗികളെ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പുക ഉയർന്നത് കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് രോഗികൾ. അതെ, സാറിനടിക്കുന്നുണ്ട്, ഇങ്ങോട്ടൊന്നും അലാറിനടിക്കുന്നുണ്ട്. ഇപ്പോൾ അപകടത്തിന്റെ ലക്ഷണം അത് അങ്ങനെ പറഞ്ഞതാ. സ്മെല്ല് വരുന്നു, മണം വരുന്നുണ്ടായിരുന്നു, പുക വരുന്നുണ്ട്. വല്ലാത്തൊരു സൗണ്ട് ഈ കറണ്ടിന്റെ ഇങ്ങനെ ഭയങ്കര സൗണ്ടാ. അതുകൊണ്ട് സൗണ്ട് കേട്ടിരുന്നു. കേട്ടു. അത് കുറേ സമയം ഉണ്ടായിരുന്നു. വെള്ളിമാട് കുന്നിൽ നിന്ന് അഗ്നിരക്ഷാ യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല, നിലവിലൊന്നുമില്ല. നിലവിൽ പ്രശ്നമില്ല. ഇല്ല. സാർ, ഇതിപ്പോ എവിടുന്നൊക്കെ യൂണിറ്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്? വെള്ളിമാടുന്ന് ബീച്ച്, മേഞ്ചർ. മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് ആരോപിച്ച് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. MP MK രാഘവൻ, മേയർ ബീന ഫിലിപ്പ് തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. പൂർണ്ണമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം കെട്ടിടത്തിലേക്ക് രോഗികളെ പ്രവേശിപ്പിച്ചാൽ മതിയെന്നാണ് അധികൃതരുടെ തീരുമാനം. 24 കോഴിക്കോട്.